രാവിലെ ദോശയുടെ കൂടെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതി അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ അധികം പച്ചക്കറികളൊന്നുമില്ല. കുറച്ച് ഉരുളക്കിഴങ്ങും നമ്മുടെ കോവയ്ക്കയും അതുപോലെ ഒരു വെള്ളരിക്കയും കുറച്ച് തക്കാളിയും കിടക്കുന്നുണ്ട്. ഓക്കെ, ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഈ വെള്ളരിക്ക വിഷുവിന് കണി വെച്ച വെള്ളരിക്കയാണ്. ഇവിടെ ഫ്രിഡ്ജ് ഇല്ലാതിരുന്നിട്ട് കൂടി നല്ല തണുപ്പുള്ളത് കൊണ്ട് ഇത്രയും ദിവസം കേടാവാതിരുന്നു. അപ്പോൾ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പച്ചക്കറി കഷ്ണങ്ങളെല്ലാം മുറിച്ച് നന്നായി കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇടാം. പച്ചക്കറികൾക്കൊപ്പം തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പും ചേർക്കാം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നികക്കെ വെള്ളമൊഴിച്ച് വേവിക്കാൻ വയ്ക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് ഒരു രണ്ട് വിസിൽ വരുന്നിടം വരെ നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. അതവിടെ ഇരുന്ന് വേവുന്ന സമയത്ത് നമുക്കൊരു ഇച്ചിരി പണി ബാക്കിയുണ്ട്. അതായത് നമുക്ക് ഡേറ്റ്സ് പിക്കിളിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി വന്ന ഓർഡറാണ്, ഇന്ന് തന്നെ അയക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കുവാണ്. ഡേറ്റ്സും അരിഞ്ഞ് വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അച്ചാറിനുള്ളതൊക്കെ ഏകദേശം റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് കുക്കറൊന്ന് തുറക്കാം. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തു നിന്ന് തന്നെയുള്ള വെള്ളം കുറച്ച് ആവശ്യമുണ്ട്. അത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഒരു തവിയിൽ കോരി ഒരു ബൗളിലേക്കോ ചെറിയൊരു പാത്രത്തിലേക്കോ അങ്ങനെ ഒരു 4-5 തവി ഈ തിളച്ച ആ വെള്ളം അതൊന്ന് എടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സാമ്പാർ പൊടി ഇതിനകത്തേക്കൊന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാമ്പാർ പൊടി കട്ടയാവാതെ കറിക്കകത്തേക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളൊരു 2 സ്പൂൺ നക്ഷത്രയുടെ സാമ്പാർ പൊടിയാണെങ്കിൽ കറക്റ്റ് ഒരു 2 സ്പൂൺ സാമ്പാർ പൊടി മതിയാവും. അത് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു കുഴമ്പ് പരുവം പോലെ ആക്കിയെടുക്കുക. വെള്ളം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ടത് ഇളക്കിയെടുക്കാം. അങ്ങനെ ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഈ കറിക്കകത്തേക്ക് ഒഴിക്കാം. ബൗളിൽ കുറച്ചിങ്ങനെ ബാക്കി വരും. അതിലേക്ക് വെള്ളം കുറച്ചും കൂടെ ഒന്ന് അതിനകത്തു നിന്ന് തന്നെ കോരി ഒഴിച്ചിട്ട് ഒന്ന് കലക്കി ബാക്കിയും കൂടെ അതിനകത്തോട്ട് നമുക്ക് ഒഴിക്കാവേ. അത് വെറുതെ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് തിളപ്പിക്കണം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കറി നന്നായിട്ട് കുറുകി വരുവേ. നമ്മുടെ നക്ഷത്രയുടെ സാമ്പാർ പൊടിയുടെ ഒരു പ്രത്യേകതയാണത്. നല്ല രീതിയിൽ കുറുകി കിട്ടും കറി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പിലേക്ക് പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നമ്മൾ താളിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ കൂടെ ഒരിച്ചിരി കായപ്പൊടി ആവശ്യമൊന്നുമില്ല. സാമ്പാർ പൊടിക്കകത്ത് അത്യാവശ്യത്തിന് കായപ്പൊടി ഉണ്ട്. എന്നാലും നല്ലൊരു മണം കിട്ടാൻ വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അത് അങ്ങനെ കടുക് പൊടി ചേർക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സുഗന്ധം വരുവേ. അതുകൊണ്ടാണ് ലാസ്റ്റ് അങ്ങനെയും കൂടെ ചെയ്യുന്നത്. അതൊരു ടിപ്പാണ്, സാമ്പാറിന് കൂടുതലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. സാമ്പാർ വേമ്പൊടി എന്നാണല്ലോ കായത്തിന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി സാമ്പാർ ദോശയ്ക്കും ഇഡലിക്കും ചോറിനും ഒക്കെ നല്ല ഉഗ്രൻ സാമ്പാർ നമുക്ക് കഴിക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.